അപ്പോഴേ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയാമോ? നല്ല അടിപൊളി കുക്കുംബർ കിട്ടിയിട്ടുണ്ട്. ഇത് ഇച്ചിരി നീളം കൂടിയ ഒരു സാധനം, നമ്മുടെ പടവലങ്ങ പോലൊക്കെ ഇരിക്കും. ഇതിന്റെ ഇവിടുത്തെ സാധനം ഇത് അർമേനിയൻ കുക്കുംബർ എന്നാണ് അത് പറയുന്നത്. പിന്നെ സ്നേക്ക് കുക്കുംബർ, പാമ്പ് കുക്കുംബർ പറയും, യാർഡ് ലോങ് കുക്കുംബർ. കാരണം ഇതിന് ഭയങ്കര നീളമല്ലേ, അപ്പൊ അത് അങ്ങനെയൊക്കെ പേരുള്ള. ഇവിടെ ഇതിന് കാക്കടി എന്ന് പറയും, എല്ലാത്തിനും കാക്കടി എന്നാണ്, എല്ലാത്തിനും കാക്കടി എന്ന് പറയും. അപ്പൊ ഇത് വെച്ച് നമ്മളൊരു അടിപൊളി ഒരു ജ്യൂസ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ നല്ല വേനൽക്കാലമല്ലേ, വേനൽക്കാലത്തിന് പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ജ്യൂസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് ഇവിടെ അടുത്തുള്ള ഫാമിൽ നിന്ന് തന്നെ പറിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു എന്താ പറയുന്ന ഈ ഇത് കൃഷി ഇത് ചെയ്യുന്ന സ്ഥലമുണ്ട്. അപ്പൊ അവിടെ നമുക്ക് കിട്ടിയത് ഇത്. അപ്പൊ നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ ജ്യൂസിലോട്ട് കിടക്കാം. അപ്പോഴേ നമുക്കിത് ജ്യൂസ് അടിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പൊ ഇതിന്റെ ഈ തലയും വാലും ഒക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്ക് ഇതൊന്ന് മുറിച്ച് നമുക്കൊരു എടുക്കണം സാധനം. ഇതിന്റെ തൊലിയൊന്നും കളയൊന്നും വേണ്ട. തൊലി കളഞ്ഞാൽ പിന്നെ ഇതിന്റെ അത് കുരു മാത്രമേ കാണാം. അത്രയ്ക്ക് വണ്ണേ ഉള്ളൂ. ഇതിന്റെ കുരു ഉണ്ടോ? നമ്മുടെ ഈ സാധാരണ കുക്കുംബർ ഇല്ലേ, അതിന്റെ പോലെ തന്നെയാ കുരുവൊക്കെ. സംഭവം തന്നെ അത് തന്നെയാ. പക്ഷെ അതിന്റെ മാത്രല്ല ഇതിന്റെ ദേഹം കണ്ടോ, ഇങ്ങനെ പരപരാന്ന് ഇരിക്കും. ഇച്ചിരി ചൊങ്ങിയത് പോലെ ഇരിക്കും, പക്ഷെ അത് ചൊങ്ങിയതല്ല, അതിന്റെ സാധനം അത് തന്നെയാണ്, രീതി അതാണ്. അപ്പൊ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കട്ടെ. അപ്പൊ നമ്മൾ ഈ ഒടിച്ചെടുത്ത പീസൊക്കെ നമ്മളിത് നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുഴുവൻ എടുത്ത് ഇത് 250 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സാധനം കേട്ടോ. അതെ, നമ്മള് പ്രത്യേകിച്ച് ഒന്നും കളഞ്ഞിട്ടില്ല, എല്ലാ സാധനം അതിനകത്തുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ഇടാവേ. ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ്. അത് നമ്മുടെ ചെറിയൊരു എരി വരുമല്ലോ, അപ്പൊ ആ ഒരു അര ഇഞ്ച് കഷ്ണത്തിൽ എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ പുതിനയിലയാണ്, മിന്റ്. അത് ഒരു 3-4 പീസ് നമ്മൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ടേസ്റ്റിനായിട്ട് നമ്മൾ ഇതിനകത്ത് മധുരം ഒന്നും ചേർക്കുന്നില്ല. ഇതിന്റെ യഥാർത്ഥ മധുരം നമ്മൾ യഥാർത്ഥ മധുരമല്ല, ഇതുണ്ടല്ലോ ഇത് നമ്മുടെ ബ്ലാക്ക് സോൾട്ട് ആണ്. ഈ ബ്ലാക്ക് സോൾട്ട് ആണ് നമ്മൾ ഇതിന്റെ അകത്തോട്ട് ഒരു ഇത് നമ്മള് സാധാരണ പഞ്ചസാരയോ ഉപ്പോ ഒക്കെ ഇട്ട് വേണമെങ്കിൽ എടുക്കാം. ഇത് കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു അപ്പോഴേ നമ്മളത് കംപ്ലീറ്റ് സാധനം നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് അരയാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് വെള്ളം, ഒത്തിരി വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം. അപ്പൊ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം നല്ല ഫൈനായിട്ട്. കുറച്ച് കൂടുതൽ വെള്ളം ഒരു സ്വല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ട് എല്ലാം അരിച്ചത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നല്ല അടിപൊളി ഒരു കളറും ഒക്കെ ആയിട്ടുണ്ട്, പച്ച ജ്യൂസ് എന്ന് പറയും. അപ്പൊ ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. സാധാരണ നമ്മൾ ചുവന്ന കളറിലെ ജ്യൂസ് കുടിക്കുന്നത്, നമുക്ക് പച്ച കളറിലെ ജ്യൂസ്. അപ്പൊ ഇതിന്റെ അകത്ത് ആവശ്യമെങ്കിൽ നമുക്ക് പഞ്ചസാരയൊക്കെ വേണം ചേർക്കാം. ഇതിപ്പോ ഏത് ടേസ്റ്റാ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചേർക്കാം. ഇത് നമ്മൾ അതിന്റെ സ്വാഭാവികമല്ല, ഒരു സ്വല്പം നമ്മൾ മിന്റും ജിഞ്ചറും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് നമുക്കത് ഒരു സ്വല്പം നാരങ്ങ പിഴിഞ്ഞ് അടിപൊളി. ഇനി നമുക്ക് 2-3 ഇലയും കൂടെ അവിടെ കിടക്കട്ടെ. പച്ച കളറിലെ ജ്യൂസ് അല്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട്. കണ്ട സാധനം കാണാൻ ഭംഗിയായിട്ടുണ്ട്, കാണാൻ നല്ല രസമില്ലേ സംഭവം, അടിപൊളി ഒരു കളർ. അതായത് എന്ത് ഇത് പറയുന്നത്, പച്ചയിലല്ലേ, പിസ്ത. അപ്പൊ നമുക്ക് ഇതിന്റെ രുചി എന്താണെന്നൊന്ന് കുടിച്ചു നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ തന്നെ ആദ്യം കുടിക്കുന്നില്ല, കുടി പറ എങ്ങനെ ഉണ്ടെന്ന്. മുഴുവൻ കുടിക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. കുടിച്ചു നോക്ക്. എല്ലാം ആദ്യം ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നെ തന്നിട്ട് വെയിറ്റ് ചെയ്യും. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും പറയാനായിട്ടൊന്നുമില്ല, പക്ഷെ ഉണ്ടല്ലോ റിഫ്രഷിംഗ് ആണ് സാധനം. പിന്നെ ഇത് ഏകദേശം ഒരു നമ്മുടെ പച്ചവെള്ളം കുടിക്കുന്നതിനേക്കാളും ഒരു ചൂടരുത് അത്രേ ഉള്ളൂ. സാധാരണ എല്ലാവരും നമ്മൾ ഈ സാലഡിന്റെ കൂടെ ഈ കാക്കടിയല്ല കുക്കുംബർ കഴിക്കുന്നതല്ലേ, അപ്പൊ അതിന്റെ ടേസ്റ്റ്. പിന്നെ നമ്മുടെ മിന്റ് ലീഫും ഇഞ്ചിയൊക്കെ ചേർത്തുകൊണ്ട് അതിന്റെ എരിയും അതെല്ലാം മിന്റിന്റെ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഹെൽത്തിയാണ്. ഇതിന്റെ നമ്മൾ യാതൊരുവിധ പഞ്ചസാരയോ ഒരു സാധനം ചേർത്തിട്ടില്ല, നാരങ്ങ നീരും മാത്രം നമ്മൾ ചേർത്തിട്ടുണ്ട്.
സംഭവം കൊള്ളാം, പൊളി. അപ്പൊ ഇച്ചിരി ടേസ്റ്റിന് വേണമെങ്കിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണേലും ഇതിന്റെ കൂടെ വേണമെങ്കിൽ 2 ഐസോടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇടുന്നത്. ഇപ്പൊ നമ്മളൊന്നും നമ്മുടെ ഇതിന് വേണ്ടെന്ന് ഒരു തരത്തിലും ഇതിന് റിയൽ ആയിട്ടുള്ള ടേസ്റ്റ് നമ്മൾ എടുത്തത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. ഈ കുക്കുംബർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, സൂപ്പർ സാധനമാണ്, ഗ്യാരണ്ടിയാണ്. ഈ കുക്കുംബർ കിട്ടിയില്ലെങ്കിലും സാധാരണ കുക്കുംബർ കിട്ടിയാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ഒന്ന് ചെയ്ത് റെഡി ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.